ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് ടു എവരി വൺ. ഇപ്പോൾ ടൈം വന്നിട്ട് 9:15 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയിട്ട് വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ ടൈം വന്നിട്ട് 10 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡലിയും പഴവും പഞ്ചസാരയുമാണ്. നമുക്കിത് കഴിച്ചിട്ട് കാണാം. ഫസ്റ്റ് കഴിച്ചു, മരുന്നും കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ റോമിയുടെ കൂടെ കുറച്ച് നേരം പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയൊക്കെയാണ്. അവൻ്റെ കൂടെ നിന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അകത്ത് കയറണം. അപ്പം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഇപ്പം ടൈം വന്നിട്ട് 2:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കിടക്കുകയായിരുന്നു. നല്ല തലവേദനയായിരുന്നു. അപ്പം ലഞ്ച് കഴിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എടുക്കുന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നോക്കാം. കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ തലവേദന കുറച്ച് കുറഞ്ഞ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം. ടൈം വന്നിട്ട് 3:15 ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ പേജിലേക്കുള്ള ഞാനൊരു കുട്ടി ബിസിനസ് നടത്തുന്നുണ്ട്. എൻ്റെ ബിസിനസ്സിൻ്റെ പേര് ഡ്രസ്സേറിയ ബൈ DR ആണ്. ഞാൻ മെയിൻലി അതിൽ സെല് ചെയ്യുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറീസ് ആണ്. ആൻറ്റി ടാർണിഷ് ചെയിൻസ്, പിന്നെ ട്രഡീഷണൽ വെയർസ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ അതിൽ സെയിൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആ പേജിൻ്റെ നെയിം ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടെ ഇൻസ്റ്റയിൽ കയറി ഫോളോ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനെടുക്കാനുള്ള വീഡിയോസ് എടുക്കാൻ പോവുകയാണ്. അതെടുത്തിട്ട് നമുക്ക് കാണാം. വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇപ്പം ചേച്ചി പോകാറിറങ്ങാണ്. അപ്പം നമുക്ക് ചേച്ചിക്ക് പൈ പറഞ്ഞു. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ചേച്ചിക്ക് ബൈ പറഞ്ഞു. ഇന്ന് കുറച്ച് നേരം ചുമ്മാ ഇരിക്കും. തലവേദന കുറവുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം ഒരു ഫ്രീ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇരുന്ന് കാണും. എന്നിട്ട് അതിൽ നിന്ന് കാണണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം. ഒന്ന് ഓക്കെ ആയതിന് ശേഷം പിന്നെന്താ, പിന്നെ കുറച്ച് സ്കിൻ കെയർ ചെയ്യണം. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിന്നത് വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ പിന്നീട് കാണാം. ഞാൻ വിചാരിച്ചു കുറച്ച് ഇരുന്ന് പഠിക്കാമെന്ന്. എന്തായാലും കുറേ നേരം ചുമ്മാ ടൈം വേസ്റ്റായി പോകും. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലിരുന്ന് നമുക്ക് പറ്റുന്ന രീതിക്കുള്ള കോഴ്സുകൾ ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ കണ്ടുപിടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലതിൽ വന്നിട്ട് ക്വിസ് കാണും, ചിലതിൽ ക്വിസ് കാണത്തില്ല. നമുക്ക് പൈസ അടച്ചും ചെയ്യുന്നത് കൊണ്ട് പൈസ അടയ്ക്കാതെയും ചെയ്യാൻ പറ്റുന്ന ഫ്രീ ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഞാൻ ഫ്രീ ആയിട്ടുള്ളതാണ് നോക്കുന്നത്. ഞാൻ പൈസ കൊടുത്തുള്ളതും ചെയ്തിട്ടുണ്ട്, പൈസ കൊടുക്കാത്തതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പോയി കുറച്ച് കഴിഞ്ഞ് പഠിച്ചിട്ട് വരാം.
ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരമേ ഇരിക്കത്തുള്ളൂ. ഒരുപാട് സ്ട്രെയിൻ എടുക്കത്തില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ അകത്തേ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കത്തില്ല. ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ കുറച്ച് നേരം നോക്കും. അപ്പോൾ ഞാൻ പോയി സ്കിൻ കെയർ ചെയ്യട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ 5:45 കാരണം ഞാൻ ഏജയ്ക്ക് മരുന്നൊക്കെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ പോയി സ്കിൻ കെയർ ചെയ്തിട്ട് വരാം. ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മുഖത്തിടും. ഇത് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. കുറച്ച് മെസ്സിയാണിത്. ഇതെൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് ഹെൽപ്ഫുള്ളായി. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ആക്കുന്നത്. അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത് കഴുകി കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫേസൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് എനിക്ക്. ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് ഇത് യൂസ് ആക്കുന്നത്. പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ യൂസ് ആക്കുന്നത് ഈ ഒരു ലിപ് ബാമാണ്. ഇതാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും. ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഇനി മുടി ഒന്ന് കെട്ടണം. അത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ടൈം വന്നിട്ട് 7:20 ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷേക്ക് കുടിക്കാൻ പോവാണ്. ഞാൻ എല്ലാ ദിവസവും ഷാർജ ഷേക്ക് കുടിക്കും. കാരണം ബോഡി സൈസ് വയ്ക്കാൻ നല്ലൊരു സാധനം ഷാർജ ഷേക്ക് തന്നെയാണ്. അഫോർഡബിളും ആണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കുടിച്ചിട്ട് വരാം. ഇനി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ ഇനി തൊട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കും മാക്സിമം. എവിടെന്നെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഞാൻ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇട്ടിരിക്കും. അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഞാൻ ഇട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.